ഉണ്ടങ്ങളെ അങ്ങളെ ഇരിക്കെ, ഞാൻ വിളിക്കാം. സോന പ്രതിഭയെ കുറിച്ചൊരു വാക്ക് ചോദിച്ചില്ലല്ലോ. ഇവിടെ എല്ലാവരും ഞങ്ങളെ വെറുത്തു തുടങ്ങിയോ? എന്താ സുധാ? ഞാനൊന്ന് കിടക്കുകയായിരുന്നു. എന്താ പ്രത്യേകിച്ച്? എന്തൊക്കെയാ സുശീല ഇവിടെ നടക്കുന്നത്? ഞാൻ ഇവിടെ കൊണ്ടുവന്ന് തന്ന സ്വർണം സത്യം തിരിച്ചെന്നിട്ട് പോയില്ലേ? ഞാൻ എന്തൊക്കെയോ ഇന്ദ്രനെതിരെ പറഞ്ഞു എന്നാവും പറയുന്നേ. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞു സുശീലേ? നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്ത് മനസ്സിലാകാനാ സുധാ? സത്യൻ എന്താ അവിടെ വന്ന് പറഞ്ഞെന്ന് പറ. ഞാൻ സത്യനെയും ഇന്ദ്രനെയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ആ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് തന്നു എന്നുള്ള രീതിയിലാ സുശീലേ അവൻ പറഞ്ഞത്. നീ വിളിച്ചു പറഞ്ഞിട്ടല്ലേ സുശീലേ ഞാൻ സ്വർണം ഇവിടെ കൊണ്ടുവന്ന് തന്നത്? അവസാനം പഴി മുഴുവൻ എനിക്കും എന്റെ മോൾക്കും ആയല്ലോ. ഓ, അത് നീ അത്ര കാര്യമാക്കൊന്നും വേണ്ട. നിന്റെ മകളുടെ സ്വർണം നിന്റെ കയ്യിൽ തന്നെ തിരിച്ചെത്തിയല്ലോ. അതെങ്ങാനും ഇന്ദ്രൻ കൊണ്ടുപോയി പണയം വെച്ചിരുന്നെങ്കിൽ നിനക്കതൊരിക്കലും തിരിച്ചു കിട്ടില്ലായിരുന്നു സുധാ. എനിക്കെന്തിനാ സുശീലേ ആ സ്വർണം? ഞാൻ എന്റെ മോൾക്ക് കൊടുത്ത സ്വർണം അവളുടെ ഭർത്താവിനും വീട്ടുകാർക്കും അവകാശപ്പെട്ടതല്ലേ. ഞാനത് സന്തോഷത്തോടെ തന്നെയല്ലേ സുശീലെ നിന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത്. പിന്നെ എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? അയ്യോ എന്റെ സുധാ, അത് ഏട്ടനും അനിയനും തമ്മിലുണ്ടായ തെറ്റിദ്ധാരണയായിരിക്കും, അല്ലാതെ എനിക്ക് അതിലൊരു പങ്കുമില്ലേ. നീ അങ്ങനെ പറഞ്ഞ് കൈ ഒഴിയല്ലേ സുശീലെ. നീ അറിയാതെ സത്യനും ഇന്ദ്രനും തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതെനിക്കറിയില്ലേ. സത്യം പറ സുശീലെ, നീ ആ സ്വർണം ഇവിടെ കൊണ്ടെത്തിക്കാൻ പറഞ്ഞത് ഇതിനായിരുന്നു? ദയവ് ചെയ്തെന്റെ മോളെ ഈ കുടുംബത്തിൽ നിന്ന് അകറ്റല്ലേ സുശീലെ. ഞാൻ നിന്റെ കാല് പിടിക്കാം. നീ എന്റെ കാലും കൈയൊന്നും പിടിക്കേണ്ട സുധാ. അതുകൊണ്ടൊന്നും നിന്റെയും നിന്റെ കുടുംബത്തിന്റെയും സമയദോഷമൊന്നും തീരാൻ പോകുന്നില്ല. അതിന്റെ കാരണമേ നിന്റെ മോളുടെ വയറ്റിൽ വളരുന്ന ജീവനാ. സമയദോഷത്തുണ്ടായ ജീവനെ ഇരട്ടി ദോഷം ഉണ്ടാക്കും. സുശീലെ, നിനക്ക് നിന്റെ മോക്കും പറഞ്ഞ മനസ്സിലാവില്ലല്ലേ. അതങ്ങ് വേണ്ടെന്ന് വെച്ചേക്ക് സുധാ. അതോടെ എല്ലാ പ്രശ്നങ്ങളും തീരും. അല്ലെങ്കിലേ അത് അവളുടെ വയറ്റിൽ വളരുന്നതിനനുസരിച്ച് നിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കും. അത് അവസാനം എവിടെ ചെന്ന് നിൽക്കുമെന്ന് ഞാൻ പറയണ്ടല്ലോ. അതുകൊണ്ട് നിന്റെ മകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. അതാ എല്ലാവർക്കും നല്ലത്.